ഹലോ അനിമേ ലവേഴ്സ്, ദ ബിഗിനിങ് ആഫ്റ്റർ ദ എൻഡ് ടിബേറ്റിന്റെ സീസൺ 2 റിലീസ് ചെയ്തു. ഇതിനു മുമ്പ് നമ്മൾ സീസൺ 1ന്റെ കംപ്ലീറ്റ് എപ്പിസോഡ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കാണാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകൾ ഐക്കാർഡിൽ ലിങ്ക് കൊടുക്കാം. കാണാൻ താല്പര്യമുള്ളവർക്ക് അത് പോയി കണ്ടാലേ ഈ കഥ മനസ്സിലാവുള്ളൂ. പിന്നെ ഓൾറെഡി കണ്ടവർ കഥ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്കും പോയി കാണാം. സോ സീസൺ 1ന്റെ എക്സ്പ്ലനേഷന് നല്ല രീതിക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേര് സീസൺ 2 വേണമെന്ന് കമന്റ് ചെയ്തിരുന്നു. ഒരു വർഷം മുമ്പ് സീസൺ 1 അവസാനിച്ചിട്ട് ഇപ്പോഴാണ് സീസൺ 2 റിലീസ് ചെയ്യുന്നത്. 2-3 പ്രാവശ്യം കണ്ട ഞാൻ പോലും കഥ മറന്നുപോയി. ഒരു വർഷമില്ലേ, കഥ മറന്നുപോകും. സോ ആദ്യം മുതൽ ഞാൻ കഥയൊക്കെ കണ്ടിപ്പോ വെൽ പ്രിപ്പയർഡ് ആണ്. പുതിയ സീസണിൽ എടുത്തു പറയേണ്ട കാര്യം കഥയൊക്കെ സെയിം ആണ്. പക്ഷേ കഴിഞ്ഞ സീസണിന്റെ അനിമേഷനിൽ യാതൊരു മാറ്റവും വരുത്താതെയാണ് അവർ ഈ ഒരു സീസൺ ചെയ്തത്. അനിമേഷനിൽ ഒരു തരത്തിലുള്ള വ്യത്യാസമില്ല, പഴയതുപോലെ തന്നെയാണ് ഈ സീസണും. ഇവർ അനിമേഷൻ ഒന്നുകൂടെ ഇമ്പ്രൂവ് ആക്കുമായിരുന്നെങ്കിൽ കാണാൻ ഒന്നുകൂടെ മെനയുണ്ടാവുമായിരുന്നു. പക്ഷേ ഈ സീസണിൽ അവരത് ചെയ്തില്ല. കഥയൊക്കെ നല്ലതാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിന്റെ മംഗ്വ ഞാൻ വായിച്ചതാണ്. കറന്റ്ലി ടിബേറ്റിന്റെ മംഗ്വ കംപ്ലീറ്റ് ആയിട്ടില്ല. സോ മംഗ്വ വായിച്ച് തീർക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ കഥ കംപ്ലീറ്റ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ മംഗ്വയ്ക്ക് ശേഷം ടിബേറ്റിന്റെ നോവൽ വായിക്കണം. ഈ നോവൽ എന്ന് പറയുന്നത് ഒരു കഥാപുസ്തകം പോലെയാണ്, കോമിക് അല്ല. നോവലിനെ ബേസ് ചെയ്തിട്ടാണ് അവർ മംഗ്വ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഗെയിം ഓഫ് ത്രോൺസിന്റെ സ്റ്റോറിയുടെ ഒരുപാട് ബുക്ക് ഉണ്ട്. ആ ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ഗെയിം ഓഫ് ത്രോൺസ് ഉണ്ടാക്കിയത്. അതുപോലെ നോവലിനെ ബേസ് ചെയ്ത് അവർ മംഗ്വ ഉണ്ടാക്കും. ആ മംഗ്വ പിന്നീട് അനിമേഷൻ ആക്കി മാറ്റും. ഇത്രയുമാണ് അതിന്റെ ഒരു പ്രോസസ്സ്. ഇത്രയും കാര്യങ്ങളെ എനിക്ക് അറിയുള്ളൂ. ഇതിൽ കൂടുതൽ ഇനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സോ അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഈ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് ഉണ്ട്, നിങ്ങൾക്ക് എന്നെ കമന്റ് ചെയ്യാം. അപ്പോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ടിബേറ്റിന്റെ സീസൺ 2ലെ ഒന്നാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അത് നമ്മുടെ ചാനലിന് വലിയൊരു പ്ലസ് പോയിന്റ് ആണ്, ഒരു പവർ ആണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷർ. എപ്പിസോഡ് തുടങ്ങുന്നത് ആർത്തറിന്റെ കഴിഞ്ഞ ജന്മത്തിലെ, അതായത് കിങ് ഗ്രേയുടെ പാസ്റ്റ് കാണിച്ചുകൊണ്ടാണ്. ഞാനൊരു രാജാവായിരുന്നു, വളരെ ശക്തിയുള്ള ഒരു രാജാവ്. ആർത്തറിന്റെ കഴിഞ്ഞ ജന്മത്തില് അവൻ അറിയപ്പെട്ടത് കിങ് ഗ്രേ എന്നാണ്. അയാൾക്ക് എല്ലാം ഉണ്ടായിരുന്നു, ആരാലും തോൽപ്പിക്കാൻ പറ്റാത്ത ശക്തി, എപ്പോഴും തനിക്ക് മാത്രം വിജയം. അയാൾ പോകുന്ന എല്ലാ യുദ്ധത്തിലും കിങ് ഗ്രേ തന്നെ ജയിച്ചു. പക്ഷെ എന്നിരുന്നാൽ പോലും കിങ് ഗ്രേക്ക് സന്തോഷം ഉണ്ടായിരുന്നില്ല. തന്റെ രാജപദവി കൊണ്ട് കിട്ടാത്ത ഒന്ന്, തന്റെ ശക്തി കൊണ്ട് കിട്ടാത്ത ഒന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് സന്തോഷം. എപ്പോഴും യുദ്ധം ചെയ്ത് മനുഷ്യന്മാരെ കൊന്ന് അദ്ദേഹം എപ്പോഴും ഒറ്റപ്പെട്ടു. ചെയ്തു കൂട്ടിയ പാപങ്ങളും അത് കാരണം ഉണ്ടാകുന്ന കുറ്റബോധവും, ഇതൊക്കെ ഏത് യുദ്ധം ജയിച്ചാൽ പോലും അദ്ദേഹത്തിന് തിരിച്ചെടുക്കാൻ കഴിയില്ല. ലോൺലിനെസ് എപ്പോഴും അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു. മനുഷ്യന്മാരുമായിട്ടുള്ള കണക്ഷൻ ഇല്ല, സ്നേഹമില്ല, ഇമോഷൻ ഇല്ല, ഒന്നുമില്ല. ഇതായിരുന്നു കിങ് ഗ്രേയുടെ പാസ്റ്റ്. പക്ഷേ പ്രസന്റിൽ പുതിയൊരു ലോകത്ത് ജനിച്ച ആർത്തർ ലെയ്വിനാവട്ടെ ഒരു കുടുംബമുണ്ട്, സ്നേഹിക്കാൻ ആൾക്കാരുണ്ട്, തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി ജീവിക്കാനും തനിക്കൊരു അർത്ഥമുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ചില സമയത്ത് കിങ് ഗ്രേയുടെ പാസ്റ്റ്, അവന്റെ സ്വന്തം കഴിഞ്ഞ ജന്മം അവനെ അലട്ടിക്കൊണ്ടിരുന്നു. പാസ്റ്റ് കാരണം ആർത്തറിന് കുറച്ച് ഉപകാരമുണ്ട്. അവന് സോഡ് കൊണ്ട് ഫൈറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം. മറ്റുള്ള കുട്ടികളെ പോലെ അല്ല ആർത്തർ. അവന് മുതിർന്ന ആൾക്കാരുടെ മെച്ചൂരിറ്റി ഉണ്ട്. അവൻ ജനിച്ച ഈ ഒരു ലോകത്ത് അവന് വേണ്ടതിന് ഒരേ ഒരു കാര്യമാണ്, അവന്റെ ഫാമിലിക്ക് വേണ്ടി അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ അവൻ സ്ട്രോങ് ആവണം. ഇപ്പൊ പ്രസന്റിൽ കിങ് ഗ്രേയുടെ പാസ്റ്റ് ആലോചിക്കുന്ന ആർത്തറിന്റെ അടുത്തേക്ക് അവനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ജാസ്മിൻ വന്നു. അവന്റെ മുഴുവൻ ഉത്തരവാദിത്വം ജാസ്മിനാണ്. അവനെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും അവനെ മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാ കാര്യങ്ങളും ജാസ്മിൻ നോക്കണം. അവൾ അവനെ ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി, അവന് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു സ്ഥലത്തിന്റെ പേരാണ് ബീസ്റ്റ് ഗ്ലേഡ്. ആ സ്ഥലം വലിയൊരു ഫോറസ്റ്റ് ആണ്. 3 രാജ്യങ്ങളും ചേർന്നിട്ടുള്ള ഡിക്കേത്തൻ എന്ന് പറയുന്ന കോണ്ടിനെന്റിലെ ഒരു മറ്റൊരു പാർട്ടാണ് ബീസ്റ്റ് ഗ്ലേഡ്. ഒരു ഫോറസ്റ്റ് ആയിട്ടുള്ള ഏരിയ. അവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആ സ്ഥലത്ത് സർവൈവ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. ഡിക്കേത്തന്റെ ആ ഒരു റീജിയൻ, ആ ഒരു ഫോറസ്റ്റ് ഉള്ള ഭാഗത്ത് ഓവർഫ്ലോയിങ് ആയിട്ടുള്ള മാനയുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായിട്ടുള്ള മാന ബീസ്റ്റുകൾ ആ ഭാഗത്ത് ഒരുപാട് കൂടുതലാണ്. അവിടെയുള്ള ഓവർഫ്ലോയിങ് ആയിട്ടുള്ള മാന കാരണം മാന ബീസ്റ്റുകളെ ആ സ്ഥലത്തേക്ക് അട്രാക്ട് ചെയ്യും. സോ ലോ ലെവൽ മുതൽ ഹൈ ലെവൽ വരെയുള്ള മാന ബീസ്റ്റുകൾ, അതായത് ഈ ലെവൽ മുതൽ എസ് ലെവൽ വരെയുള്ള മാന ബീസ്റ്റുകൾ അവിടെ ഉണ്ട്. അതൊരു വലിയ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് അവിടെ വെച്ച് ഫൈറ്റ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെ ഓവർഫ്ലോയിങ് ആയ മാന ഉണ്ടായതുകൊണ്ട് വീക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആ സ്ഥലത്ത് ഒരു ക്ലിയർ ആയിട്ടുള്ള വഴിയില്ല. ചെറുത് തൊട്ട് വലിയ വലിയ മാന ബീസ്റ്റുകളുണ്ട്. അതൊരു തിക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ അത്ര വിസിബിലിറ്റി കിട്ടണമെന്നില്ല. ഒരു സ്കിൽഡ് ആയിട്ടുള്ള അഡ്വഞ്ചറിന് പോലും ആ സ്ഥലത്ത് സർവൈവ് ചെയ്യണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടണം. ഈ ഒരു സ്ഥലത്തേക്ക് പ്രത്യേകിച്ച് വരുന്നത് അഡ്വഞ്ചറേഴ്സ് ആണ്. അവർക്ക് വേണ്ട ട്രെയിനിങ് അവിടെ ചെയ്യാം. അതുപോലെ മാന ബീസ്റ്റുകളെ കൊന്നാ കിട്ടുന്ന മാന അത് അവർക്ക് എടുക്കാം. സോ ഇതിനു വേണ്ടിയിട്ടാണ് അഡ്വഞ്ചറേഴ്സ് ഈ ബീസ്റ്റ് ഗ്ലേഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുന്നത്. സോ ബീസ്റ്റ് ഗ്ലേഡ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രൂട്ടൽ ആയിട്ടുള്ള മാജിക് ജംഗിൾ. അവിടെ വീക്ക് ആയിട്ടുള്ള ആൾക്കാർ മരിക്കും, സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു പുതിയ തുടക്കമാണ് ആ സ്ഥലം. അവർക്ക് അവരെ തന്നെ ട്രെയിൻ ചെയ്ത് വീണ്ടും സ്ട്രോങ് ആക്കാൻ സാധിക്കും. ഇപ്പൊ അവിടെയുള്ള ആർത്തറിന്റെ അടുത്തേക്ക് ഒരു പുതിയ മിഷനുമായിട്ടാണ് ജാസ്മിൻ വരുന്നത്. അവർ നിൽക്കുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു വില്ലേജ് പെട്ടെന്ന് സൈലന്റ് ആയി. അവിടുത്തെ ജനങ്ങളെ കാണുന്നില്ല, അവിടെ ആരുമില്ല. ഇപ്പൊ അവർ ആ സ്ഥലത്തേക്ക് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ പോകുന്നതിന് മുമ്പ് ആർത്തറിന്റെ പെറ്റ് സിൽവി, നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ അവിടേക്ക് പോയിക്കോ, ഞാൻ ഈ സമയത്ത് സ്വന്തം ട്രെയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് മറ്റൊരു ഭാഗത്തേക്ക് ഓടി പോവുകയാണ്. തുടർന്ന് ആർത്തറും ജാസ്മിനും ആ വില്ലേജിന്റെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഒരുപാട് ഫുട് പ്രിന്റ്സിന്റെ മാർക്ക് അവർ കാണുന്നുണ്ട്. പക്ഷേ മുന്നോട്ട്
മുന്നോട്ട് പോകുന്തോറും ആ മാർക്ക് കുറഞ്ഞു കുറഞ്ഞു വന്നു. ശേഷം അവർ രണ്ടുപേരും ദൂരത്ത് നിന്ന് ആ വില്ലേജ് ഒബ്സർവ് ചെയ്യുമ്പോൾ ആർത്തറിന് പ്രത്യേകിച്ച് അവിടെ ഫൈറ്റ് നടന്നതുപോലെയൊന്നും തോന്നുന്നില്ല. അതിനുശേഷം സ്ട്രേഞ്ച് ആയിട്ടുള്ള മറ്റൊരു കാര്യം അവരവിടെ കാണുന്നു. ആ സ്ഥലത്തെ വില്ലേജേഴ്സ് മുഴുവൻ എന്തോ ക്രിസ്റ്റലിന്റെ അകത്ത് ഫ്രീസ് ആയി നിൽക്കുന്നു. അവർക്ക് നേരെ എന്തോ ഒരു തരത്തിലുള്ള മാജിക് യൂസ് ചെയ്തതുപോലെ. ആ സമയത്ത് അവരവിടെ ആ വില്ലേജിൽ ഒരു പെൺകുട്ടിയെ കണ്ടു. അവള് മാത്രം എങ്ങനെയോ ക്രിസ്റ്റൽ ആവാതെ രക്ഷപ്പെട്ടു. അതിന് കാരണം അവള് ഫോറസ്റ്റിലേക്ക് മരുന്നിന് ആവശ്യമായിട്ടുള്ള ചെടികൾ പറിക്കാൻ വേണ്ടി പോയതായിരുന്നു. അതുകൊണ്ട് ഈ ഒരു മാജിക്കിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടു. ഇപ്പൊ ആ പെൺകുട്ടിയോട് അവർ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പെട്ടെന്നൊരു മോൺസ്റ്റർ ആ പെൺകുട്ടിയെ പിടിച്ചു വലിച്ചെടുത്തു. എന്നിട്ട് മറ്റുള്ളവരെ പോലെ ആ മോൺസ്റ്റർ അവളെയും ക്രിസ്റ്റലാക്കി മാറ്റി. ഈ ഒരു ബീസ്റ്റാണ് അവിടുത്തെ ജനങ്ങളെ മുഴുവൻ ക്രിസ്റ്റലാക്കി മാറ്റിയത്. ആ ബീസ്റ്റ് ആ പെൺകുട്ടിയെ ക്രിസ്റ്റലാക്കി മാറ്റിയതിനു ശേഷം അത് പെട്ടെന്ന് ആർത്തറിനെയും ജാസ്മിനെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ അവരതിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യാതെ അവിടെ നിന്ന് തിരിഞ്ഞു ഓടുകയാണ്. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ അടുത്ത സീനിൽ കാണിക്കുന്നത് ഡിക്കേത്തന്റെ മാപ്പ് മുമ്പിൽ വെച്ചിരിക്കുന്ന രണ്ടുപേര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. മനുഷ്യന്മാരും എൽഫുകളും ഡ്വാർഫുകളും ഒരുമിച്ച് ചേർന്ന് ഇപ്പൊ വലിയൊരു നേഷനായിട്ട് മാറി. ഇത് നമുക്കത്ര നല്ലൊരു സാഹചര്യമല്ല എന്നിങ്ങനെ ആ കൂട്ടത്തിൽ ഒരാൾ പറയുമ്പോൾ അയാളുടെ അപ്പുറത്ത് നിൽക്കുന്ന ആള് എല്ലാ കാര്യത്തിനും ഒരു ഫ്ലോ ഉണ്ട്. ചിലപ്പോഴൊക്കെ അതിന്റെ കൂടെ തന്നെ സഞ്ചരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അത് കേൾക്കുന്ന മറ്റേയാള് ബീസ്റ്റ് ഗ്ലേഡ് എന്ന് പറയുന്നു. അത് കേട്ട് അയാളുടെ അപ്പുറത്ത് നിൽക്കുന്ന ആള് ആ സ്ഥലത്തേക്ക് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരും. അവര് ട്രെയിനിങ് ചെയ്യും, സ്ട്രോങ് ആവും. അങ്ങനെ ഭാവിയിൽ അവരായിരിക്കും ഈ കോണ്ടിനെന്റിന്റെ ലീഡേഴ്സ് ആവാൻ പോകുന്നത് എന്നിങ്ങനെ ബീസ്റ്റ് ഗ്ലേഡിലേക്ക് ട്രെയിനിങ്ങിന് വന്ന ആൾക്കാരുടെ ഫോട്ടോ നോക്കി അവർ സംസാരിക്കുന്നു. അവിടെ സീൻ കട്ട് ചെയ്താൽ പിന്നെ കാണിക്കുന്നത് ആർത്തറിനെയും ജാസ്മിനെയാണ്. അവരെ അറ്റാക്ക് ചെയ്ത ബീസ്റ്റ് എന്താണെന്ന് ജാസ്മിൻ ആർത്തറിന് പറഞ്ഞു കൊടുക്കുന്നു. അതൊരു അറാക്കനാണ്. ആ ബീസ്റ്റിനെ ജാസ്മിന് വരെ പേടിയാണ്. പ്രത്യേകിച്ച് എല്ലാ അഡ്വഞ്ചറേഴ്സിനും ആ ബീസ്റ്റിനെ പേടിയുണ്ട്. കാരണം മാജിക് ഉപയോഗിച്ച് അതിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ആ മാജിക് അതിന്റെ ശരീരത്തിൽ വർക്കാവില്ല. അതുപോലെ അതിന്റെ പുറത്ത് ഒരു കട്ടിയുള്ള ഷെല്ലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അതിനെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്ത് കൊല്ലാൻ കഴിയില്ല. അതിന്റെ പുറത്തൊട്ടും മാജിക് വർക്ക് ആവൂല്ല. സോ അതിനെ കൊല്ലണമെങ്കിൽ അതിന്റെ ഔട്ടർ ഷെല്ല് പൊട്ടിച്ചതിന് ശേഷം വേണം മാജിക് യൂസ് ചെയ്ത് അതിനെ കൊല്ലാൻ. ഞാൻ അതിന്റെ കൂടെ 5 പ്രാവശ്യം ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അതിലെ ഒറ്റൊന്നിനെ മാത്രമേ എനിക്ക് കൊല്ലാൻ സാധിച്ചിട്ടുള്ളൂ. അതിനെ കൊല്ലാൻ ഞങ്ങളുടെ ട്വിൻ ഹോൺസിലെ മുഴുവൻ ആൾക്കാരും ഒന്നിച്ച് നിൽക്കേണ്ടി വന്നു. അന്ന് റെയ്നോൾഡും ആലീസും നിന്റെ പാരന്റ്സും അതിനെ കൊല്ലാനുണ്ടായിരുന്നു. ആ കൂട്ടത്തിലെ ആലീസിനാണ് അതിനെ കീഴ്പ്പെടുത്താനുള്ള ശക്തിയുള്ളത്. അതിന് കാരണം അവൾ ഒരു എമിറ്റർ ആയതുകൊണ്ടാണ്. എമിറ്റേഴ്സിന് അരാക്കന്റെ പുറത്തുള്ള കേഴ്സ് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ അന്ന് ആലീസ് അരാക്കന്റെ പുറത്തുള്ള കേഴ്സ് ബ്രേക്ക് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ അതിനെ മാജിക് യൂസ് ചെയ്ത് കൊന്നു. ഒട്ടുമിക്ക എല്ലാ മാജിക്കും അതിന്റെ ദേഹത്ത് വർക്കാവില്ല. അതുപോലെ തന്നെ അതിന്റെ പുറത്തുള്ള തൊലിക്ക് നല്ല കട്ടിയുണ്ട്. അരാക്കൻസിന് സൺലൈറ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതെല്ലാം എപ്പോഴും കാടിന്റെ അകത്തുള്ള ഡഞ്ചൻസിലായിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ നോട്ട്, അതായത് ആർത്തർ, ഒരു അഡ്വഞ്ചറിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫൈറ്റ് ചെയ്യുന്നതിന് പുറമെ ഇവിടെ സർവൈവ് ചെയ്യാനുള്ള മുഴുവൻ കാര്യങ്ങളും ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നോട് ഇപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ജാസ്മിൻ ആർത്തറിനോട് ചോദിക്കുന്നു. അതിന് ആർത്തർ ആവട്ടെ, എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ തിരിച്ചു പോകണം. ഇവിടെ സംഭവിച്ച മുഴുവൻ കാര്യവും നമ്മൾ ഗിൽഡിനെ അറിയിക്കണം. എന്നിട്ട് മുഴുവനായിട്ടും പ്രിപ്പയർഡ് ആയതിനു ശേഷം നമുക്ക് ഇവിടുത്തെ ജനങ്ങളെ രക്ഷിക്കാം എന്നിങ്ങനെ ആർത്തർ ജാസ്മിനോട് പറയുന്ന ഈ ഒരു സമയത്ത് പെട്ടെന്ന് അവരുടെ പുറകിലൂടെ ഒളിച്ചു വന്ന ആ ബീസ്റ്റ് അവരെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ ജാസ്മിൻ ആർത്തറിനെ തട്ടി മാറ്റി ആ അറ്റാക്ക് അവളുടെ ദേഹത്തേക്ക് ഏറ്റുവാങ്ങി. അങ്ങനെ ജാസ്മിൻ മുഴുവനായിട്ടും ക്രിസ്റ്റലായിട്ട് മാറി. ശേഷം ആ ബീസ്റ്റ് ആർത്തറിനെ അറ്റാക്ക് ചെയ്യാണ്. ക്രിസ്റ്റൽ ആവുന്നതിന് തൊട്ട് മുമ്പ് ജാസ്മിൻ ആർത്തറിനോട് അവിടെ നിന്ന് ഓടി പോകാനാണ് പറഞ്ഞത്. പക്ഷെ അവന്റെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അവന്റെ കടമയാണ്. അതുകൊണ്ട് ആർത്തർ തിരിഞ്ഞോടിയില്ല. പകരം അവൻ ആ അരാക്കന്റെ കൂടെ, ആ ബീസ്റ്റിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാണ്. അവന്റെ കഴിഞ്ഞ ജന്മത്തിലെ ഫൈറ്റിംഗ് സ്കില്ല്, കിങ് ഗ്രേയുടെ സോഡ് സ്കില്ല് അവൻ ഇപ്പോൾ ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ആ ബീസ്റ്റിനെ അവന് പെട്ടെന്ന് കൊല്ലാൻ കഴിയില്ല. അതിന്റെ പുറം തൊലിക്ക് നല്ല കട്ടിയുണ്ട്. അവൻ അറിയുന്ന മാജിക് യൂസ് ചെയ്തിട്ടാണെങ്കിലും അവന് കൊല്ലാൻ കഴിയില്ല. ഇപ്പൊ ആർത്തർ അവനെ കൊണ്ട് പറ്റുന്നതുപോലെ ഒരുപാട് തവണ അതിനെ വാളുകൊണ്ട് വെട്ടിയിട്ടും അതിന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ആർത്തർ അവന്റെ ഫയർ എലമെന്റ് യൂസ് ചെയ്ത് അതിനെ കത്തിച്ചു. പക്ഷെ എന്നിട്ടും യാതൊരു പ്രയോജനവുമില്ല. ആ ബീസ്റ്റിന് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ജാസ്മിൻ നേരത്തെ പറഞ്ഞത് വളരെ ശരിയാണ്. ഇതിന്റെ ശരീരത്തിൽ മാജിക് വർക്കാവില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ല എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്ന ആർത്തർ ആവട്ടെ പെട്ടെന്ന് അവൻ എർത്ത് എലമെന്റ് യൂസ് ചെയ്ത് കല്ലുകൊണ്ട് ആ ബീസ്റ്റിന്റെ തല പൊളിച്ചു. അങ്ങനെ അതിന്റെ പുറത്തുള്ള ഹാർഡ് ആയിട്ടുള്ള ഷെല്ല് അവന് പൊട്ടിക്കാൻ പറ്റി. എന്നിട്ട് ആർത്തർ ചാടി വന്ന് ആ ബീസ്റ്റിന്റെ പൊട്ടിപ്പോയ ഷെല്ലിന്റെ ഭാഗത്തേക്ക് അവന്റെ കത്തി കുത്തി ഇറക്കി അവസാനം അതിനെ കൊന്നു. പുറത്തുനിന്ന് അറ്റാക്ക് ചെയ്ത ആ ബീസ്റ്റിന് അത്ര പെട്ടെന്ന് ഏൽക്കില്ല. പക്ഷെ ആ ഷെല്ല് പൊട്ടിപ്പോയാൽ അതിനെ പെട്ടെന്ന് കൊല്ലാൻ പറ്റും. അങ്ങനെ ഷെല്ല് പൊട്ടിപ്പോയ അതിന്റെ തലഭാഗത്തേക്ക് ആർത്തർ അവന്റെ കത്തി കുത്തി ഇറക്കുന്നതുകൊണ്ട് ആ ബീസ്റ്റ് താഴെ വീണു. അങ്ങനെ ആ ബീസ്റ്റ് ചത്തുപോയെന്ന് കരുതി ആർത്തർ തിരിഞ്ഞു നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ ബീസ്റ്റ് എഴുന്നേറ്റ് ആർത്തറിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. അത് അവനെ അറ്റാക്ക് ചെയ്യാൻ അടുത്തെത്തിയതും ഉടനെ ടൈം ഫ്രീസ് ആയി. ആ സ്ഥലം മുഴുവൻ ഫ്രീസ് ആയി. അതിന് കാരണം സിൽവിയ ആർത്തറിന് കൊടുത്ത പവർ അവനത് കഴിഞ്ഞ പ്രാവശ്യത്തതുപോലെ യൂസ് ചെയ്തു. നീ എപ്പോഴേ തോറ്റുപോയി, ആ കാര്യം നീ മറന്നു എന്ന് ആർത്തർ ഫ്രീസ് ആയി നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്ന് കിങ് ഗ്രേയുടെ വോയിസിൽ പറയുന്നു. നിന്റെ കൂടെ ഫൈറ്റ് ചെയ്തതിൽ എനിക്ക് ഒരു കാര്യത്തിൽ മാത്രം സന്തോഷമുണ്ട്. കാരണം എന്റെ കഴിഞ്ഞ ജന്മത്തിലെ സോഡ് സ്കില്ല് അതെങ്ങനെയായിരുന്നു എന്ന് എനിക്ക് ഇപ്പൊ ഓർമ്മ വന്നു എന്ന് പറഞ്ഞ ആർത്തർ ആ ബീസ്റ്റിനെ പല കഷ്ണമായിട്ട് വെട്ടിമുറിച്ചു. അതിന്റെ തലയും കാലും എല്ലാം വേർപെട്ടു. ആർത്തർ ഫ്രീസ് ആക്കി മാറ്റിയ സമയം തിരിച്ച് വീണ്ടും പഴയതുപോലെ ആവുമ്പോൾ അവൻ നല്ലതുപോലെ ക്ഷീണിക്കുന്നുണ്ട്. അതിനർത്ഥം അത്രയും പവർ ആർത്തർ യൂസ് ചെയ്തു. ഞാൻ ഇനിയും ഒരുപാട് ട്രെയിൻ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് അവൻ നിലത്ത് കിടക്കുമ്പോൾ നേരത്തെ അവന്റെ അടുത്ത് നിന്ന് വിട്ടുപോയ സിൽവി എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവന്റെ അടുത്തേക്ക് തന്നെ ഓടി വന്നു. അതുപോലെ ആ ബീസ്റ്റ് കാരണം ക്രിസ്റ്റലായിട്ട് മാറിയ ജാസ്മിനും അവന്റെ അടുത്തേക്ക് വന്നു. ജാസ്മിൻ, നിങ്ങളെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു ആ കേഴ്സ് ബ്രേക്ക് ആയെന്ന്. അതിന് ജാസ്മിൻ, നിന്നോട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞതല്ലേ, തിരിച്ചു പോവാനായിരുന്നില്ലേ ഞാൻ നിന്നോട് പറഞ്ഞ. ഇനി ഇമ്മാതിരി വേലത്തരം
കാണിച്ചാൽ അടിച്ച് തല ഞാൻ പൊട്ടിക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട. ജാസ്മിൻ എന്നോട് ക്ഷമിക്കേ. നിങ്ങൾ പറഞ്ഞത് കേൾക്കാതെ ഞാൻ അതിന്റെ കൂടെ ഫൈറ്റ് ചെയ്തു. കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നതിന് പകരം എന്റെ ഇമോഷൻ പറയുന്നത് ഞാൻ കേട്ടു. അതിന് ജാസ്മിൻ നിനക്ക് ഇപ്പോഴെങ്കിലും കാര്യങ്ങൾ മനസ്സിലായില്ലേ? അത് മതി. പിന്നെ ഈ സാധനത്തിന് നീ ഒറ്റയ്ക്കാണോ കൊന്നേ? അതെ, ഇതിനെ ഞാൻ ഒറ്റയ്ക്കാ കൊന്നത്. ഈ ബീസ്റ്റ് വളരെ പവർഫുൾ ആണ്, പക്ഷേ എനിക്ക് വേണ്ടത്ര പവർഫുൾ അല്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? നിനക്ക് പിന്നെ എന്താ വേണ്ടത് എന്ന് ജാസ്മിൻ. എനിക്ക് എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാനുള്ള പവർ വേണം. പണ്ട് ഞാൻ വീക്ക് ആയതുകൊണ്ട് എന്റെ പാരന്റ്സിന്റെ അടുത്ത് ഞാൻ വേർപെട്ടു. അന്ന് ഞാൻ സ്ട്രോങ് ആയിരുന്നെങ്കിൽ എനിക്ക് വേണ്ട ആൾക്കാരെ, ഞാൻ വിലമതിക്കുന്ന ആൾക്കാരെ എനിക്ക് സംരക്ഷിക്കാമായിരുന്നു. അത് കേട്ട് ജാസ്മിൻ ആർത്തറിനോട് സോറി പറഞ്ഞു. ഹേയ് ജാസ്മിൻ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ നിങ്ങളെയല്ല കുറ്റം പറഞ്ഞത്. ഇനിയിപ്പോ പാസ്റ്റ് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അത് കേട്ട് ജാസ്മിൻ ആർത്തറിനോട്, ഞാൻ നിന്നോട് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ആലീസിനെ നിന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഒരുപാട് സങ്കടമാവും. അതുകൊണ്ട് എന്നെ പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടി നിന്റെ ജീവൻ പണയം വെച്ച് നീ ഒന്നും ചെയ്യണ്ട. ഇല്ല, ഞാൻ ചെയ്യും. കാരണം ജാസ്മിൻ, നിങ്ങളെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആൾക്കാരുടെ കൂട്ടത്തിൽ നിങ്ങളുണ്ട്. അത് കേട്ട് ജാസ്മിൻ ആവട്ടെ നാണം വന്നിട്ട് എന്തൊക്കെയോ പോലെയായി. എന്നിട്ട് ജാസ്മിൻ ആർത്തറിനോട് അവളെ രക്ഷിച്ചതിന് നന്ദി പറയുന്നു. ഹേയ് ജാസ്മിൻ, അതിന്റെ ആവശ്യമൊന്നുമില്ല. അല്ല അതിരിക്കട്ടെ, നമുക്ക് അരാക്കന്റെ മാനാക്കൂർ കളക്ട് ചെയ്യണ്ടേ എന്ന് പറഞ്ഞ ആർത്തർ ജാസ്മിനോട് ചോദിച്ച് അവൻ ആ ബീസ്റ്റിന്റെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അവന്റെ പെറ്റ് സിൽവി ആ ബീസ്റ്റിന്റെ മാനാക്കൂർ എടുത്ത് കഴിക്കുന്നു. സിൽവി ഒരു മാജിക് ബീസ്റ്റ് ആയതുകൊണ്ട് മാനാക്കൂർ കഴിക്കുമ്പോൾ സിൽവിയുടെ പവർ കൂടും. ഇതിനുശേഷം അവർ ആ വില്ലേജിൽ നിന്ന് അവരുടെ ഗിൽഡിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഗിൽഡിലെ ആൾക്കാരെ അറിയിച്ചു. അപ്പൊ അത് കേൾക്കുന്ന ഗിൽഡിലെ ആൾക്കാരാവട്ടെ എന്താ പറഞ്ഞ, നിങ്ങൾ അരാക്കന്റെ കൂടെ ഫൈറ്റ് ചെയ്തോ, എന്നിട്ട് നിങ്ങൾ ജീവനോടെ തിരിച്ചു വന്നത് തന്നെ വലിയ കാര്യം എന്നിങ്ങനെ അവിടുത്തെ ആൾക്കാരെ അവർ ചെയ്തത് വലിയ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ കഴിഞ്ഞ സീസണിന്റെ അവസാനം കണ്ട ഒരുത്തനില്ലേ, ലൂക്കസ് വൈക്സ്, അവൻ അവര് ചെയ്ത കാര്യം കേട്ട് ആർത്തറിന്റെ അടുത്തേക്ക് വന്നു. ഓ സത്യം പറ, നിങ്ങൾ അരാക്കന്റെ കൂടെ ഫൈറ്റ് ചെയ്തോ? ഓ ലൂക്കസ്, നീ വീണ്ടും? അത് പിന്നെ ഞാൻ ചോദിച്ചതിന്റെ കാരണം എന്താന്ന് വെച്ചാ, നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ചെറിയ ബീസ്റ്റിനെ കണ്ടിട്ട് അത് അരാക്കനാണെന്ന് വിചാരിച്ചു കാണും. അല്ലാതെ അരാക്കൻസ് ഒന്നും എപ്പോഴും നിലത്തേക്ക് ഇറങ്ങി നടക്കാറില്ല. നിങ്ങൾ സത്യമാണോ പറയുന്നത്? ആണോ? അതിന് ആർത്തർ അവനോട്, ഈ കാര്യം നീ വിശ്വസിക്കാൻ ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? അപ്പൊ ലൂക്കസ്, ഞാൻ വിശ്വസിക്കണമെങ്കിൽ നീ അതിന്റെ മാനക്കോർ എനിക്ക് കാണിച്ചതാ. അപ്പൊ അതിന് ആർത്തർ സിൽവിയെ നോക്കുമ്പോ, സിൽവി ഞാനൊന്നും ചെയ്തിട്ടില്ലേ എന്ന മട്ടിൽ തലതിരിച്ചു. നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് അതിന്റെ മാനാക്കോർ കളക്ട് ചെയ്യാൻ സാധിച്ചില്ല എന്ന് ആർത്തർ ലൂക്കസിനോട് പറയുന്നു. ഓഹോഹോ, അങ്ങനെയാണോ? അപ്പൊ ഞാൻ വിശ്വസിച്ചത് തന്നെ നിങ്ങളുടെ ഈ കെട്ടുകഥ. കാട്ടിലെ ഏതെങ്കിലും വലിയ എട്ടുകാലിയെ കണ്ടിട്ട് അത് അരാക്കനാണെന്ന് നിങ്ങൾ വിചാരിച്ചു കാണും. അത് കേട്ട് ആർത്തർ ഉടനെ തന്നെ അവൻ കൊന്ന അരാക്കന്റെ തല അവിടുത്തെ ടേബിളിലേക്ക് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. നീ വിശ്വസിക്കാൻ ഈ തെളിവ് പോരെ എന്ന് അവനോട് ആർത്തർ. അപ്പൊ അതിന്റെ തല കണ്ട് എല്ലാവരും ഷോക്കായി, ലൂക്കസ് അടക്കം. ഓ എന്റെ മോനെ, എങ്ങനെയാടാ നീ ഇതിന്റെ തലയൊക്കെ മുറിച്ചത്? അപ്പോ ലൂക്കസ്, ഇവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതുപോലെയുള്ള ഒരു മാൻ ആഫ് ബീസ്റ്റ് എന്റെ മുന്നിൽ ഒന്നുമല്ല എന്ന് ലൂക്കസ് അവിടെ നിന്ന് വീരവാദം അടിക്കുമ്പോ ആർത്തർ അവനോട്, ഓ അങ്ങനെയാണോ? എന്നാ അടുത്ത പ്രാവശ്യം ഇതിനെ കാണുമ്പോ ഞാൻ നിങ്ങളെ തന്നെ എന്തായാലും സഹായത്തിന് വിളിക്കാം, മനസ്സിലായോ? ലൂക്കസ് വൈക്സ്. അത് കേട്ട് ദേഷ്യം വന്ന ലൂക്കസ് അവന്റെ ആൾക്കാരെ വിളിച്ച് അവിടെ നിന്ന് പോകുന്നു. ഇതിനുശേഷം ആർത്തർ അവിടെ നിന്ന് അവന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഒരുപാട് നാളത്തെ ട്രെയിനിങ്ങിന് ശേഷം ആർത്തർ അവന്റെ പാരന്റ്സിന്റെ അടുത്തേക്ക് വന്നു. അതുകൂടാതെ അവൻ ഒരു അരാക്കനെ കൊന്നു എന്ന് പറയുമ്പോ ആലീസും ട്രെയിനോടും ഷോക്ക് ആവുന്നു. ആർത്തർ, അടിപൊളി, നീ അരാക്കനെ കൊന്നോ? പണ്ട് ഞങ്ങൾക്ക് ഏറ്റവും തലവേദന ഉണ്ടാക്കിയ ഒരു ബീസ്റ്റ് ആണ് ഈ അരാക്കൻ, അല്ലേ ജാസ്മിൻ? ചേട്ടാ നിങ്ങൾ അടിപൊളിയാ, അത്രയും വലിയൊരു ബീസ്റ്റിനെ നിങ്ങൾ കൊന്നോ? അതിന് ആർത്തർ അവരോട്, ഞാൻ അതിന്റെ ഒരു സിംഗിൾ പോയിന്റിൽ ഫോക്കസ് ചെയ്ത് അറ്റാക്ക് ചെയ്തു. പിന്നെ ആ ബീസ്റ്റിന്റെ ഉള്ളിൽ മാജിക് വർക്ക് ആവുമെന്ന് ഞാൻ മനസ്സിലാക്കി എന്നിങ്ങനെ ആർത്തർ അവർക്ക് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അതൊക്കെ കേട്ട് ദേഷ്യം വന്ന ആലീസ് അവരോട് മുട്ടുകുത്തി ഇരിക്കാൻ പറഞ്ഞു. ആർത്തർ, ഇതുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യില്ല എന്ന് നീ എനിക്ക് വാക്ക് തന്നതല്ലേ? നീ എനിക്ക് പ്രോമിസ് ചെയ്തതല്ലേ? പ്രോമിസ് എപ്പോഴും പ്രോമിസ് ആയിരിക്കണം. പക്ഷെ നീ അത് മറന്നു. പിന്നെ ജാസ്മിൻ, ഇവനെ ഞാൻ നിന്റെ അടുത്ത് ഏൽപ്പിച്ചത് നീ ഇവനെ നല്ലതുപോലെ സുരക്ഷിതമായിട്ട് നോക്കുമെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ എങ്ങനെയാ നിന്നെ മറികടന്ന് ഇവൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തേ? അരാക്കൻ ടോപ്പ് 5-ലെ ഒരു ബീസ്റ്റ് ആണെന്ന് നിനക്കറിയില്ലേ? അതിനെ കണ്ടാൽ തിരിഞ്ഞോടണമെന്ന് നിനക്കറിയില്ലേ? അത് കേട്ട് ജാസ്മിൻ ആലീസിനോട് മാപ്പ് പറയുന്നു. അപ്പൊ ആർത്തർ പെട്ടെന്ന്, അമ്മേ ഇതിൽ ജാസ്മിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, എല്ലാതും ചാടിക്കേറി ചെയ്തത് ഞാനാ. ആർത്തർ, ഞാൻ ജാസ്മിനോട് സംസാരിക്കുന്നത് നീ കണ്ടില്ലേ? അയ്യോ എന്നോട് ക്ഷമിക്കണം, എന്നോടും. അപ്പൊ ആലീസ് അവരോട്, ആർത്തർ, ഞാൻ നിന്നെ ഈ അഡ്വഞ്ചറിന് പറഞ്ഞയച്ചത് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാനാണ്. അതുപോലെ നീ അപകടങ്ങളിലേക്കൊന്നും ചെന്ന് ചാടില്ല എന്ന് വാക്ക് തന്നതുകൊണ്ടാണ് ഞാൻ നിന്നെ പറഞ്ഞയക്കാൻ സമ്മതിച്ചത് തന്നെ. പിന്നെ എല്ലാ കാര്യങ്ങളും നിന്നെ ജാസ്മിൻ പഠിപ്പിച്ചോളാന്ന് പറഞ്ഞപ്പോ അത് കേട്ട് എനിക്ക് ഒരുപാട് വിശ്വാസമായി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ അഡ്വഞ്ചർ ആവാൻ പറഞ്ഞയച്ചത് തന്നെ. പക്ഷേ ഇപ്പോ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അരാക്കന്റെ കൂടെ നീ ഫൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നു, എന്നിട്ട് എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ ആർത്തറിനെ ആലോചിച്ച് ആലീസ് കരയുന്നു. അപ്പൊ റെയ്നോൾഡ് അവനോട്, ആർത്തർ, അടുത്ത പ്രാവശ്യം ജാസ്മിൻ പറഞ്ഞതുപോലെ കേട്ട് കാര്യങ്ങൾ ചെയ്യണം, മനസ്സിലായോ? അത് കേട്ട് ആർത്തർ അതേന്ന് പറയുന്നു. പിന്നെ ജാസ്മിൻ, അരാക്കനെ കുറിച്ചുള്ള കാര്യം നീ ഗിൽഡിൽ അറിയിച്ചോ? അതിന് അതേന്ന് ജാസ്മിനും പറയുന്നു. അപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആലീസിനോട് റെയ്നോൾഡ്, ആലീസ്, ആർത്തർ ചെയ്തത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ അവൻ അതിനെ തോൽപ്പിച്ചു. ഞാൻ പറഞ്ഞു വന്നത് അതിനെ നേരിട്ട് പോയിട്ട് ഫൈറ്റ് ചെയ്യാനല്ല, പക്ഷെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സേഫ് ആയിട്ട് ചെയ്യണം. അത് കേട്ട് ആലീസ് ആർത്തറിനോട്, അത് ശരിയാണ് ആർത്തർ, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനി ആവർത്തിക്കരുത് കേട്ടോ. അതിന് ആർത്തർ തിരിച്ച് അവനെല്ലാം മനസ്സിലായെന്ന് പറഞ്ഞു. പിന്നീട് കാണിക്കുന്നത് ആർത്തറും ജാസ്മിനും ബാക്കിയുള്ളവരുടെ മുന്നിൽ വെച്ച് പരസ്പരം ഫൈറ്റ് ചെയ്ത് ട്രെയിനിങ് ചെയ്യുന്നതാണ്. എന്റെ പാസ്റ്റ് ലൈഫിൽ ചെയ്ത തെറ്റുകളൊന്നും ഈ ലൈഫിൽ ഞാൻ ചെയ്യില്ല, അതൊരിക്കലും ഞാൻ
ആവർത്തിക്കില്ല. പിന്നെ ആദ്യത്തേനേക്കാൾ ഒരുപാട് ഞാൻ സ്ട്രോങ് ആവും. എനിക്ക് സ്ട്രോങ് ആവണം. അത് എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാനല്ല, പകരം എനിക്ക് ഇവരെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാൻ. എന്നിങ്ങനെ ട്രെയിനിങ്ങിന്റെ ഇടയിൽ ആർത്തർ അവന്റെ മനസ്സിൽ ചിന്തിക്കുന്നു. ശേഷം ട്രെയിനിങ് അവസാനിപ്പിക്കുന്ന ആർത്തറിന്റെ നേർക്ക് ഒരു കാറ്റടിക്കുമ്പോൾ അവൻ എന്തോ ഒരു കാര്യം ഓർമ്മ വരുന്നു. അത് അവൻ ടെസിയുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്തെ ഓർമ്മകളാണ്. ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കാറ്റ് അവന്റെ നേർക്ക് വന്ന് അടിച്ചപ്പോൾ അവന് പെട്ടെന്ന് ടെസിയെ ഓർമ്മ വന്നു. ടെസിയ അവളൊരു കാറ്റ് പോലെയാണ്. ഇപ്പോ അവൾ എന്തായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ആർത്തർ അവന്റെ മനസ്സിലെ ടെസിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ടെസിയ ആർത്തറിനെ പോലെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവൾക്ക് ആർത്തറിനെ പോലെ കാര്യങ്ങൾ അത്ര സുഖമല്ല. വളരെ കഷ്ടപ്പെട്ട് അവളും ട്രെയിനിങ് ചെയ്യുന്നു. ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ഈ ഫസ്റ്റ് എപ്പിസോഡ് കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അവർ വീക്കിലി ഓരോ എപ്പിസോഡായിട്ടാണ് പ്രീമിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാ ബുധനാഴ്ചയും രാത്രി. സോ എപ്പിസോഡൊക്കെ കണ്ട് മനസ്സിലാക്കി റെക്കോർഡ് ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കും. എന്നിരുന്നാലും കുഴപ്പമില്ല, ഞാൻ അധികം വൈകിപ്പിക്കാതെ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വീഡിയോ പറ്റി നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ കമന്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഒന്നും കമന്റ് ചെയ്യാൻ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് എത്ര ലൈക്കായെന്ന് കമന്റ് ചെയ്താലും മതി. സോ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.